പോകാമ. താറാമേനെ എവിടെ ഇടും? സൂര്യനെ കാണുവാണേ, സൂര്യനെ നോക്ക. സൂര്യൻ കത്തി ജോലിച്ച് നിക്കണത്. തെങ്ങിന്റെ പുറകിലൊരു സൂര്യൻ. പിന്നെ ഇതെന്തോ ഞാൻ രാവിലെ പുട്ടല്ലല്ലോ ഉണ്ടാക്കി എല്ലാരും ഇരുന്ന് ഇങ്ങനെ തള്ളാൻ. നമുക്ക് അജ്മൽ ബിസ്മി കയറിയാലോ? ടാറ്റാ. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊരു ലക്ഷ്യവുമില്ലാതെ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാ എനിക്കും അറിയാൻ പാടില്ല, ചേട്ടനും അറിയാൻ പാടില്ല. നിനക്കറിയാവോ എവിടെയാ? പാർക്കിൽ എന്തോ ഇരുന്നിട്ടോ പാർക്കിൽ പോണേ. പിന്നെ പരീക്ഷയുടെ കണക്കല്ലേ തുള്ളി കളിക്കണത്. പണ്ടത്തെ പിള്ളേർക്കൊക്കെ പരീക്ഷ രാവിലെ പരീക്ഷ, ഉച്ചയ്ക്ക് പരീക്ഷ, നാളെ പരീക്ഷ, നാളെ കഴിഞ്ഞ് പരീക്ഷ, കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ. ശനി ഞായറും കഴിഞ്ഞിട്ട് വരുന്ന പരീക്ഷ ഏതാണെന്നറിയാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പരീക്ഷ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് അടുത്ത പരീക്ഷ വരുന്നത്. സ്ട്രെസ് റിലീഫ്, എൻജോയ്മെന്റ്, റിഫ്രഷ്മെന്റ് എന്ന് വേണ്ട എല്ലാ ഫ്രഷും കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ. നിനക്കൊക്കെ എന്ത് സുഖമാടാ. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കുവാണ് 90s ഒക്കെ ഉപേക്ഷിച്ച ബാഗി ജീൻസും ഇട്ടോണ്ട്. 90-ലെ പിള്ളേരും 80-ലെ പിള്ളേരൊക്കെ ഇട്ടും അടുത്ത ബാഗി ജീൻസും ഇട്ടോണ്ട് ഇപ്പൊ ഇറങ്ങിയേക്കുവാ ഇവനെ പോലെ ഉള്ളവര്. 2K കിഡ്സ് ആണ്. 2K. 2K. പുതിയ ഉടുപ്പാണ് ഇട്ടേക്കണത്. ബ്ലൂ. ഓ, നീ ലൈറ്റ് ബ്ലൂ, അവിടെ ഡാർക്ക് ബ്ലൂ, ഇത് വേറെ ഏതോ ഒരു ബ്ലൂ. നമ്മളും ബ്ലൂ ആണ് 3 പേരും. മൊത്തം ബ്ലൂ. അവസാനം യാത്ര ബ്ലൂം ആവാതിരുന്നാ മതി. സന്ധ്യയായി. സന്ധ്യ. താറാമേനെ വാങ്ങാൻ പോകാമോ? താറാമേനെ എവിടെ ഇടും? സൂര്യനെ കാണുവാണേ, സൂര്യനെ നോക്ക. സൂര്യൻ കത്തി ജോലിച്ച് നിക്കണത്. തെങ്ങിന്റെ പുറകിലൊരു സൂര്യൻ. സൂര്യൻ കത്തി ജോലിച്ച് നിക്കും. ഈസ്റ്റർ കാലഘട്ടമായാൽ ലില്ലിപ്പൂക്കളൊക്കെ ഉണ്ടാകും. അവിടെ ലില്ലിപ്പൂ എടുക്കാൻ പോയതാണ്. ഈസ്റ്റർ ആകാറാവുമ്പോഴത്തേക്ക് ലില്ലിപ്പൂ ഉണ്ടാകും. ഈസ്റ്റർ ആകാൻ ഇനി എന്നെ 2-3 ആഴ്ചയല്ലേ ഉള്ളൂ. അടുത്ത ആഴ്ച പിന്നെ ഓശാന ഞായറെന്ന് വെച്ചിട്ടുണ്ട്. ഈസ്റ്ററിന് തല ഞായറാ. അയ്യേ, അതുപോലെ അറിയില്ലേ? ഈസ്റ്ററിന് തല ഞായറാഴ്ച ഓശാന ഞായർ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പുതു ഞായർ. ചേട്ടന് അവിടുത്തെ ക്രിസ്ത്യാനിയാ? അയ്യേ, ഓശാന കഴിഞ്ഞാ പിന്നെ പെസഹ വേഴ. അയ്യേ, മുതലക്കട പള്ളിയുടെ എങ്കിലും അതാണ് മുതലക്കുടം പള്ളിയുടെ പിൻഭാഗം. നല്ല രസല്ലേ കാണാൻ? നല്ല വണ്ടിയാണ് കേട്ടോ. പഴയ ഹോണ്ട സിറ്റി നമ്മുടെ മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ട്. ആരാണാവോ? നീ അറിയടാ അതാരാന്ന്? ചേട്ടാ ഇച്ചിരി കാച്ചില് വാങ്ങിച്ചോട്ടെ, പുഴുങ്ങി തിന്നാം. ഇതൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് തിരിച്ച് വീട്ടിൽ പോവാം. നിനക്ക് എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും വാങ്ങിയാലോ? പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ എനിക്കിപ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സ് തിന്നാൻ തോന്നുന്നുണ്ട്. തണുത്തത്. ഈ വണ്ടിയാല് ഈ സൈഡിൽ അങ്ങനെ ഒരു ഗ്ലാസ് വന്നു. ചേച്ചി നേരത്തെ പോയി ആ വണ്ടിക്കാരന് ഇത് കൊടുത്താ. വണ്ടിക്കാരന് ചായ കൊടുത്തപ്പോ ചേച്ചി പോയി. അങ്ങോട്ട് വെച്ചു. അപ്പൊ ആ വണ്ടിയിൽ ഇരിക്കല്ലേ ചായ, അല്ല ഗ്ലാസ്സാ. അപ്പൊ പിന്നെ പോന്നിട്ട് അവൻ എടുത്തു തന്നെ. അപ്പൊ ഞാനവിടെ ചേച്ചി ഞങ്ങൾ വണ്ടി വെച്ചേക്കുന്നു.
ഓടാ പെട്ടെന്ന്. ഞാൻ നിന്നോട് അല്ല വാങ്ങാവോ? വണ്ടിക്കാരനോട് ഓടാ. വില വാങ്ങാ. എന്നതാ? വേണേ ചുരിദാറ് സാരി എന്തെങ്കിലും വാങ്ങിച്ചു. അങ്ങനെ വിരോധമൊന്നുമില്ല. വണ്ടി അങ്ങോട്ട് അവിടെ ഒതുക്കി. ആ വണ്ടിയുടെ കളർ എനിക്കിഷ്ടമാണ്. ഒരു ഗോൾഡൻ കളറ്. പിന്നെ കോപ്പറാണേലും. പിന്നെ ഞാന് വാട്സപ്പിനകത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോടാ. പിന്നെ നിന്റെ ഫോണിലേക്ക് ഞാൻ ഇന്നൊരു സ്റ്റോറി സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനാ? ഓ, നിന്റെ 2 GB നീ തീർത്തല്ലേ? ഓക്കെ, വായ്പ ഒരു ദിവസം നിനക്കൊരു 100 MB എടുത്താ പോരാർന്നോ? എന്നാ പിന്നെ വല്ല നോട്ടൊക്കെ അയച്ചു തരാനൊക്കെ വല്ല പാടും ഉണ്ടായിരുന്നോ? കടറൂമാണ്. പിന്നെ ശരിക്കും ഓണത്തിനായിരുന്നു കണിക്കൊന്ന പൂക്കേണ്ടിയിരുന്നത്. എന്നാൽ ഓണപ്പൂടാൻ എന്തെങ്കിലും ക്ഷാമം ഉണ്ടായിരുന്നു. ഒരു കൊന്നപ്പൂ കൊണ്ട് തന്നെ ഞാൻ പൂക്കളം തീർത്താണ്. ഓ, എന്തോരം മീൻ. ദാറ്റ് ഈസ് പച്ചക്കറീസ് ആൻഡ് മീൻസ്, ഫിഷസ്. ചെമ്പല്ലി ഉണ്ട്. ചെമ്പല്ലി വലിയൊരു കേരമീൻ ആ ചേട്ടനെടുത്ത് അങ്ങോട്ട് പൊക്കി. നമ്മുടെ കഴിഞ്ഞ സ്ഥലമാരി വാങ്ങിയത് സൈഡിലെ കടയിൽ നിന്ന്. അതുപോലെ ഒരു സാരി വാങ്ങിയത് ആ സൈഡിലെ കടയിൽ നിന്ന്. ആ സാരിയാണോ? റെഡ് അല്ലേ? ഞാൻ കണ്ടു. അടി ചിന്നമ്മ, അടി കുഞ്ഞിക്കണ്ണമ്മ, തിരുവല്ലക്കാവിൽ ഒരു കരിമ്പ് വെച്ച് എത്ര അടുത്ത് കരിമ്പ് കാണിച്ചെന്ന് ചേട്ടൻ കൊണ്ട് നടാത്ത എന്റെ കുഴപ്പമാണോ? എത്ര അടുത്ത് കൊണ്ട് കാണിച്ചു തന്നു? ഓ, കരിമ്പ് കുത്തി ചാരി വെച്ചേക്കണത്. ആ കരിമ്പ് പറ്റൂല. അതിനാ ഞങ്ങള് കൊണ്ട് നട്ടുണ്ടായതാണല്ലോ. ഞങ്ങളവിടെ കരിമ്പൊക്കെ നട്ടതാ. ആ ഉണ്ടായി മുളച്ചു വരുമ്പോഴത്തേക്ക് ഒരുത്തനും ഒടിച്ച് തീറ്റ കഴിക്കും. സത്യത്തിൽ ദാഹിക്കുന്നു. ഞാൻ വന്ന് ടോപ്സിയ ടോപ്പ് കട നല്ല ചുരിദാറൊക്കെ വന്നിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ പോണ്ടേ? ഐ ഡോണ്ട് നോ. ഇടത്തോ വലത്തോ? വലത്ത്. രാത്രിയിൽ ഇടവെട്ടിപ്പോയിട്ട് കാര്യമില്ല. അവിടെ ഒരു പാർക്ക് പോലെയാടാ. കാണാൻ അത് ഒരു 3 മണിക്കൊക്കെ പോയിട്ടേ കാര്യമുള്ളൂ. അല്ലെ ഒരു 4 മണിക്ക് പോയാലും കുഴപ്പമില്ല. അതെനിക്ക് അറിഞ്ഞോളാം. കിഴങ്ങ 3 കിലോ 100, 4 കിലോ 100, ഉള്ളി 2 കിലോ 100. ലീഫ് കാർട്ട്. പക്ഷെ മലങ്കര പാർക്കിൽ പോയിട്ട് മലങ്കര പാർക്കിനെക്കാളും ഭംഗി തൊടുപുഴ പാർക്കാ. നേച്ചർ സാങ്ച്വറിയോ എന്തോ ഉദ്യാനല്ലേ? 7 മണിക്ക് ഓപ്പൺ ആവോ? അടക്കണേ. ഏതാ കാണിച്ചടാ? ഇടവെട്ടി ഫോറസ്റ്റ് നഗരവനം. ഓപ്പൺ 7 AM വെനസ്ഡേ.
ക്ലോസ് ആണ്. അതെ, കറക്റ്റ് 5 മണിക്ക് അടയ്ക്കും. ഉദ്യോഗസ്ഥന്മാരെല്ലാം 5 മണിയാകുമ്പോൾ അടയ്ക്കാനുള്ളതല്ലേ. നല്ല രസമുണ്ട്. നമുക്ക് അടുത്ത ദിവസം പോയാലോ? ശനിയാഴ്ച. അതുപോലെ നല്ല രസമുണ്ട്. അതെനിക്കറിയാം, ഒത്തിരി പേര് പോയി കണ്ട്. ഞാൻ കണ്ടിട്ടേ അവിടെ ചേടണ്ടായിരുന്നോ ആ വീട്ടില് ചട്ടി നിറച്ച് ബോഗൻവില്ല പല കളറില് അടുത്തടുത്ത്. ഭയങ്കര രസമാ. അത്യാവശ്യം ആവറേജ്, ഓവർ വലുപ്പമൊന്നുമില്ല. ഇത് നോക്കിക്കേ ചെത്തി, ഇത് നോക്കിക്കേ. ഈ പാർക്ക് ഈ ഫ്യൂവൽസില് എന്ത് രസമാ. അതെ, ഈ ചെത്തി എപ്പോഴും നല്ല വെയിലുള്ള ആ ചെത്തി എങ്ങനെ ഫോണിന് നല്ല ക്ലാരിറ്റി. എടാ ഫോണിലേക്ക് നോക്കിയടാ, നീ കണ്ടടാ? സൂപ്പർ ക്ലാരിറ്റി. പിന്നെ ഇന്നൊരു അറിയിപ്പ് കിട്ടി എനിക്ക്. രാത്രിയിലെ കോഴി കിടക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ മുട്ട, എല്ലാ കോഴിയും മുട്ട ഇടൂന്നോ? അതിനാ അല്ല, തമാശയൊന്നുമല്ല. വെളിച്ചം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. 14 മുട്ട കിട്ടിയിട, ഒരു മുട്ട കോഴി തന്നെ കൊത്തി തിന്നു. അത് അമ്മ കൊത്തി കുടിച്ചോളാം. തോന്നാ കോഴിക്ക് ആവശ്യം കുറഞ്ഞിട്ട് കോഴി തന്നെ കൊത്തി തിന്ന. ആ മുട്ടത്തൊണ്ടെടുത്ത് വെളിയിലേക്ക് ഇട്ടപ്പോ എല്ലാ കോഴികളും കൂടെ ആർത്തി പിടിച്ചു വന്നത്. 19 കോഴിപ്പടകളുണ്ട്. 19 എനിക്ക് ഇണക്കി വളർത്താൻ പറ്റിയ ഒരു പക്ഷീനെ എനിക്ക് വേണമായിരുന്നു. അമ്മാസിനെ ഗ്ലൂക്കോച്ച് വെള്ളത്തിനെ ഒക്കെ നോക്കിയിട്ട് ഒന്നും ഇണങ്ങണില്ല. അയ്യാണ് കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്. ഇത് പാടുപെട്ട ഞാൻ ആ കുഞ്ഞിനെ വളർത്തി. പിന്നെ എന്റെ ഗ്ലൂക്കോച്ച് വെള്ളത്തിന് എന്ത് പാടുപെട്ട ഓടിച്ചിട്ട് പിടിക്കുക. എന്നിട്ട് അയ്യ എന്റെ കൂടെ പോകുന്നു പറയും. നല്ല പൊന്ന് തള്ളല് നിർത്തണ, തള്ളൽ നിർത്ത, തള്ളൽ നിർത്ത. പിന്നെ എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. എടാ ഞാൻ കണ്ടിട്ടില്ലെന്ന് എന്നെ ഒരു ഇതും വരില്ല. ഇത്രയും ഗ്ലൂക്കോസോളം കലക്കി കൊടുത്തിട്ട് എന്നെ കാണുമ്പോ അത് വെടി കൊണ്ട് പന്നി പോകണം. എന്നെ കാണുമ്പോ പിന്നെ എന്റെ കാലം ഒന്ന് കൊത്തും. അത് വേറെ കോഴിക്കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞു വരുമൊന്നുമില്ല. പിന്നെ ഇതെന്തോ ഞാൻ രാവിലെ പുട്ടല്ലല്ലോ ഉണ്ടാക്കി എല്ലാരും ഇരുന്ന് ഇങ്ങനെ തള്ളാൻ. നമുക്ക് അജ്മൽ ബിസ്മി കയറിയാലോ? എന്തെങ്കിലുമൊക്കെ നോക്കാലോ. ഒന്നും വാങ്ങിയില്ലല്ലോ. റൂബി റെന്റൽസ് റെന്റിന് കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ. നീ ഓർഡർ എടുക്കാം. നമ്മള് തൊടുപുഴ പ്രദക്ഷിണം വെച്ചിട്ട് വീട്ടിൽ പോകുമെന്നാണോ? പെണ്ണല്ലേ ഇവിടെയൊക്കെ ചക്ക കിട്ടും. എനിക്ക് വേണം കൊണ്ട് അപ്പുറം 2 ചക്ക കിടപ്പുണ്ട്. ഇടാൻ സമയമില്ലാത്തോണ്ടാ. മറ്റേ പുള്ളിയുടെ വീട്ടില് എപ്പോ വേണേ ഇട്ടോളാൻ പറഞ്ഞു. അത് വലിയ ചക്ക. അത് ജിസു പറഞ്ഞു നമുക്ക് പോയി നാളെ മറ്റന്നാളെ വിടാന്ന്. ഒരു കൊക്കക്കോടെ കയറിയാൽ മതി. കൊക്ക കയറിയിട്ട് വിഷമില്ല. അല്ല അവിടെ ഏണി ഉണ്ട്. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേ
നമുക്ക് ഇതല്ലേ പോയിട്ടാ ഞാൻ പറഞ്ഞ കേക്കാ ഏയ് ഇതിലെ പോയിട്ടാ നമുക്ക് ആ പുഴയോരത്തുള്ള ബൈപ്പാസിൽ കൂടെ പോയിട്ടില്ലെന്ന് പറയും അതിലെ പോകാം. ശരി കാണുന്നതാണ് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു നെഹ്റു പാർക്കിൽ കയറാൻ പറ്റുമോ? ഇതില് നമ്മള് പോയിട്ടുണ്ടല്ലോ. ഇതിലെ പോയിട്ട് ഇവിടുന്ന് അങ്ങനെ പോയിട്ടില്ലല്ലോ. മഴയൊക്കെ ഉള്ളതാണോ ചേട്ടാ? എന്നാളെ ഇത് കണ്ടില്ലായിരുന്നോ? മോഹൻലാലിന്റെ പുതിയ സിനിമയുടെ ഒരു സെറ്റ് ഷൂട്ട് ചെയ്യും ഏതൊരു പാലത്തിന്റെ അരികിലാന്ന് പറഞ്ഞു. മൂലാറ്റം റൂട്ടിലല്ലേ? എന്നാ നമുക്ക് അവിടെ പോവാം. പോയി നീ നോക്കിയായിരുന്നോ? 2.5 മാസം കഴിഞ്ഞ ദിവസം കാണാൻ പോയപ്പോ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. നിന്റെ കൂട്ടുകാരനെ എനിക്ക് വിശ്വാസമില്ല. ആര് പറഞ്ഞു? എനിക്ക് വിശ്വാസമില്ല. ഇതൊരു പുഴയാണ് കേട്ടോ. ഇതാണ് തൊടുപുഴ പുഴയുടെ തൊടുപുഴ പുഴ. ഇവിടെ ആര്യാസ റെസ്റ്റോറന്റ് ഉണ്ടോ? AR വെജിറ്റേറിയൻസ്. നമുക്ക് ഒരു മസാല ദോശ കഴിച്ചാലോ? ചിക്കൻ ബിരിയാണി. ചേട്ടൻ തന്നെ വയറ് തപ്പി നോക്കണം. പുതിയ ബൈപ്പാസ് അതെ കുളിക്കുന്നുണ്ട്. അല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി മാറി കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് റോഡ് സൈഡില്. ഇതെന്തോ ചേട്ടത് ഓൾഡ് മോങ്ക് ഫുഡ് സ്ട്രീറ്റ്. സെറ്റപ്പായി പോയില്ലേ? ഞാനീ വഴി ജീവിതത്തിൽ ആദ്യമായിട്ടാ വരുന്നത്. ഇതിപ്പോ റോഡ് ഇതേ ഒരു കൊല്ലം ആയോളൂ ഇത് തുടങ്ങി ഓപ്പൺ ആയിട്ട്. ഇത് ഞാൻ ഇപ്പഴാണല്ലോ കാരണം ഇങ്ങനെയൊക്കെ വഴിയുണ്ട് ഇവിടെ. ഇത് നേരെ ചാലിയാർ ഹോസ്പിറ്റലിന്റെ അവിടെ പോയി. ഇത്ര നാളും തൊടുപുഴ നടന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു വഴി ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. ദേ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ വന്ന് പാർക്ക് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ അടുത്ത വീടുകളുണ്ട്. എന്നാ പിന്നെ ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങി വീട് പണിതിട്ട് ഇവിടെ നാരങ്ങവെള്ളം കൊടുക്കാറുണ്ട്. പിന്നെ മുങ്ങി പോവൂല. ആഴ്ച എല്ലാവർക്കും താഴ്ച. ഓ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്പീഡ് ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓ ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. നമുക്കിവിടെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിക്കാം. ഇത് ആദ്യമായിട്ട് കാണും കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങൾ ഇതേ തൊടുപുഴ പുഴയുടെ കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ മുട്ടിന് കടവുണ്ട്. ഇതാ അവിടെ ഒരു കടവ്. അത് അപ്പുറത്തോടെ എങ്ങാണ്ട് വരണം. ആ കടവിൽ കൂടി താഴേക്ക് ഇറങ്ങണമെങ്കിൽ ആ വീടിൻ്റെ ഒക്കെ ഇടയ്ക്കോടെ വഴി. അതുപോലെ ഇതാ അവിടെയൊക്കെ ഓരോരുത്തർ അലക്കിക്കുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഏത് ബൈപ്പാസാന്ന് അറിയാതെ ഞാൻ എന്തോന്ന് പറയാനാ. ചാഴികാട് ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടി പോകുന്ന ബൈപ്പാസ് ആണ് ഇതെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ഇത് ഏത് വഴിയാണെന്നുള്ള കാര്യം. ഞാൻ എന്താണേലും ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഇവന് വല്ല ചാക്കുനൂലെടുത്ത് കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കുറേ നേരമായി വലിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഫിറ്റ് ആക്കിയില്ലേടാ ഇതുവരെ? അത്ര ഉള്ളടാ ഫിറ്റ് ആവുള്ളൂ. സ്ഥലത്തിന് നല്ല വില ആയിരിക്കും. പുഴയോരത്ത് വീട്. എന്നാ നോക്കടാ, സബ്സ്റ്റേഷൻ റോഡ് അങ്ങനെ എഴുതിയേക്കുന്നെ. അയ്യേ റോഡിന് നല്ലൊരു ഇത് പറഞ്ഞായിരുന്നെങ്കിൽ, പേരിട്ടായിരുന്നെങ്കിൽ. അപ്പൊ അതാ നമ്മൾ ഈ പുഴയുടെ ചോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതാ കുറെ കൊക്കുകളെല്ലാം പറന്നു പോകുന്നുണ്ട്. അത് വലിയ കൊക്കാടാ പോയത്. നല്ല സൂപ്പർ കൊക്കുകൾ. അത് അതെ 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 ഇതെങ്ങോക്ക അത് ഫോണാക്കിക്ക. വെള്ളത്തെ ചുറ്റി തൊട്ട് വീടാകൃതിയിൽ യുവിൻ്റെ ആകൃതിയിലൊക്കെയാ പോണേ.
ആ ഞങ്ങൾക്ക് താഴേക്കടെ പറക്കണ ഇഷ്ടമല്ല, ഞങ്ങൾ മുകളിൽ കൂടെ പൊക്കോളാം, നിങ്ങൾ താഴേക്കടെ പൊക്കോളാം. മറ്റേനെ പുഴ പോകുന്ന പുഴയിലേക്ക് നോക്കി തൊട്ടാ പോയത്. പോണ വഴിക്ക് വല്ല മീനും പൊങ്ങി വന്നാൽ പിടിച്ചോണ്ട് പോകാമല്ലോ എന്ന് ഓർത്തു. എന്നാലും അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് ഒക്കെ അല്ലേ? അല്ല ചേട്ടാ, ഇതാ വീട്ടിലേക്ക് ലൈറ്റ് ഇട്ടു. സ്ട്രീറ്റ് ലൈറ്റ് ആണോന്ന് അറിഞ്ഞൂടാ. ഇനിയും വരുമായിരിക്കൂല്ലേ? നല്ല കരിനീലച്ച് പച്ച കളറിൽ കിടക്കുവാണ് വെള്ളം, പുഴവെള്ളം. എപ്പോഴും അല്ലേ? വൺ വേ അല്ല, ബൈപ്പാസാ. എന്നിട്ട് ചേട്ടാ ഇതിലെ വരാതിരുന്നേ ഒരിക്കൽ പോലും. ആ കയ്യിൽ വരാറുന്നല്ലോ ചുമ്മാ രസത്തിനൊക്കെ. മോളിൽ കൂടെ കൊക്ക് പോണ്ട്. ടാറ്റാ. ഞാൻ ടാറ്റ കൊടുത്തു. ഇതേ ടാറ്റ. ഇതേ ഒരാൾ ഒറ്റ ആ കൊക്ക് കൊക്കിന്റെ പുറകെ വെച്ച് പിടിക്കുവാണല്ലോ അങ്ങോട്ട്. അത് ശരിയാണല്ലോ. അപ്പൊ നീർക്കാക്ക, അപ്പൊ ഈ നീർക്കാക്ക വെള്ളത്തിൽ മാത്രം അല്ല കിടക്കുന്നേ, കരക്കടം പോവൂലേ? ആ വവ്വാല് പോയത് ആ മരത്തെ പോയി കയറാൻ പോവാ. ദേ 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 എന്തുമാത്രം കൊക്കുകളാ! അടിപൊളി, നല്ല വെളുത്ത കൊക്കുകള്, സുന്ദരികള്. ഇതിനെ തന്നെ കണ്ട് നേരം പോലും. നീർക്കാക്കല്ലേടാ അത്? ഇതാ അപ്പം എന്നാണേലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഭാഗമൊക്കെ ഇതാ ഇതാണ് കേട്ടോ. ഇഷ്ടംപോലെ കൊക്കുകളും പോകുന്നുണ്ട്, വവ്വാല് പോകുന്നുണ്ട്, നീർക്കാക്ക പോകുന്നുണ്ട്, അങ്ങനെ പല സംഭവങ്ങൾ ഈ അരീക്കടയൊക്കെ പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ ബെഞ്ച് ഡെസ്ക് ഒക്കെ ഉണ്ടെന്ന്. അതിന് ഞാൻ ഇവർ രണ്ടുപേരും ഭയങ്കര തള്ളായിരുന്നു. ഞാൻ രാവിലെ ഇവർക്ക് പുട്ടല്ലല്ലോ ഉണ്ടാക്കി കൊടുത്തത്. ആ പഴം പഴുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ തിന്നു 3-4 കറി വെക്കാൻ കൊണ്ടുവന്നാൽ പെട്ടെന്ന് പഴുക്കും. പഴുക്കാൻ കൊണ്ടുവന്നാൽ ജന്മത്ത് പഴുക്കോ ഇല്ല. ആ പഴുക്കാൻ വെച്ചാൽ പഴുക്കില്ല പുട്ടുണ്ടാക്കാൻ. കറി വെക്കാൻ കൊണ്ടുവന്നാൽ കറി വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും. ഇപ്പം നേരമൊക്കെ ഏകദേശമൊക്കെ സന്ധ്യ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്പോട്ട് എവിടെയാന്ന് നോക്കട്ടെ. അപ്പം നമ്മളാണെങ്കിൽ ഇന്ത്യൻ ബേക്കറിയിൽ കയറി ഒരു ചായ കുടിക്കാനായിട്ട്. ചേട്ടനൊരു ചായ, ആൻസുകുട്ടനൊരു പപ്സ്, പിന്നെ ആൻസുകുട്ടനൊരു കിറ്റ്കാറ്റ് ഷേക്ക്, എനിക്കൊരു നട്ട്സ് ഷേക്ക്. അപ്പം നമ്മളിതാ ഇവരുടെ ലിസ്റ്റൊക്കെ നോക്കിയിട്ടോ. നമ്മളിവിടെ നിന്ന് ചിലപ്പം സുമാറ്റോ ഓർഡറൊക്കെ ചെയ്യാറുള്ള സ്പോട്ടാണ്. ചേട്ടൻ വളരെ മാന്യനായിട്ടിരുന്ന് ചായ കുടിക്കുകയാണ്. നല്ല രസമുള്ള കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നോട്ട് പ്ലാസ്റ്റിക്, ദാറ്റ് ഈസ് നട്ടല്ലടാ. ആ എൻ്റെ നട്ട്സ് ഷേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുള്ള നട്ട്സ് ഷേക്ക്, നിറച്ച് നട്ടൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോടാ. എൻ്റെ നട്ട്സ് ഷേക്ക്, ആൻസൂട്ടൻ്റെ കിറ്റ്കാറ്റ് ഷേക്കും വന്നിട്ടുണ്ട് കേട്ടതാ, കിറ്റ്കാറ്റ്. അപ്പം ഇനി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മളിതാ പോയിട്ട് വീട്ടിൽ വന്നിട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഞങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ 5 കിലോ കിറ്റ്. പിന്നെ നമ്മൾ ഇച്ചിരി ഒരു തണ്ണിമത്തങ്ങ വാങ്ങിച്ചു. എടാ മുന്തിരിങ്ങയൊക്കെ എന്തിയാടാ? പിന്നെ നമ്മൾ മാമ്പഴവും മുന്തിരിങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയത് ചേമ്പാണ് കേട്ടോ. നമ്മൾ ചേമ്പ് വാങ്ങിച്ചു. നമ്മളൊരു ഐസ്ക്രീമും വാങ്ങിച്ചു. പിന്നെ ആൻസൂട്ടൻ സോസേജ് വാങ്ങിച്ചോണ്ടാണ്. സോസേജ് അല്ലേ ഇതാ? നിങ്ങൾക്ക് തിന്നാൻ ഡിപ്സ്. വാവ്, ഇത് ആൻസൂട്ടൻ സോസേജും വാങ്ങിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ അങ്ങോട്ട് പോയതാണ്, ഒരു ടൈം പാസിന് വേണ്ടിയിട്ടല്ല, ഒരു എൻജോയ്മെൻ്റ്, ഒരു റിഫ്രഷിന് ഒക്കെ വേണ്ടിയിട്ടെന്നൊക്കെ പറയാം.
അങ്ങനെ നമ്മൾ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തി. വലിയ ചിലവൊന്നുമില്ല, ആകെ ഒരു ഷേക്ക് കുടിച്ച് ചിലവേ ഉള്ളൂ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി മലക്കറി ഒക്കെ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പ്രതീക്ഷിച്ചും പുതുത്ത വീഡിയോ കേട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.